ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമുക്ക് സോൾഡറിങ്ങിനെ പറ്റിയും ബ്രാസിങ്ങിനെ പറ്റിയും പഠിക്കാം. ഈ രണ്ട് പ്രോസസ്സും വെൽഡിങ് പോലെ തന്നെ മെറ്റൽ ജോയിനിങ് പ്രോസസ്സുകളാണ്. മെറ്റൽസിനെ തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോസസ്സാണെന്ന് പറയാം സോൾഡറിങ്ങും ബ്രാസിങ്ങും, വെൽഡിങ് പോലെ തന്നെ. പക്ഷേ വെൽഡിങ് എന്ന് പറയുന്ന ഒരു പെർമനൻറ്റ് ജോയിൻ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് വെൽഡിങ് എന്ന് പറയുന്നത്. പക്ഷേ സോൾഡറിങ്ങും ബ്രാസിങ്ങും നമുക്ക് വേണമെങ്കിൽ ഒരു സെമി പെർമനൻ്റ് എന്നേ പറയാനുള്ളൂ. ഒന്ന് ടെമ്പററി എന്നോ അല്ലെങ്കിൽ സെമി പെർമനൻറ്റ് ജോയിൻ്റ് ഉണ്ടാക്കാനായിട്ടാണ് ഈ സോൾഡറിങ്ങും ബ്രാസിങ്ങും ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് സോൾഡറിങ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സാധാരണ ഈ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ്, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് സ്റ്റുഡൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രോസസ്സാണ് സോൾഡറിങ് എന്ന് പറയുന്നത്. നിങ്ങൾ മിക്കവാറും ലാബിലൊക്കെ ഈ സോൾഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യും. ഇലക്ട്രോണിക് സ്റ്റുഡൻസ് ആണെങ്കിൽ ലാബിലൊക്കെ ഈ സോൾഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യും. ഈ ഫോട്ടോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി കാണും. പലരും കണ്ടു കാണും. ഈ വീട്ടിലെ TV-യോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററോ ഒക്കെ നന്നാക്കാൻ വരുന്നവരൊക്കെ ഇത് ചെയ്യുന്നത് ചിലപ്പം കണ്ടു കാണും. അപ്പോൾ ഇതാണ് സോൾഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇതൊരു സെമി പെർമനൻറ്റ് ജോയിൻ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണെന്ന് പറയാം. വളരെ ഒരുപാട് സ്ട്രെങ്ത് ഉള്ള ജോയിൻ്റ് ഒന്നും അല്ല ഈ സോൾഡറിങ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത്. കുറച്ച് സ്ട്രെങ്ത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഈ ജോയിൻറ്റിന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയൊക്കെ എടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ ഈസി ആയിട്ട് ഇളക്കി റിമൂവ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു സെമി പെർമനൻറ്റ് ജോയിൻ്റ് എന്നേ പറയാനുള്ളൂ. ഒരുപാട് ഹാർഡായിട്ടുള്ള ജോയിൻ്റ് ഒന്നും അല്ല ഈ സോൾഡറിങ് എന്ന പ്രോസസ്സ് കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സോൾഡറിങ് എന്ന പ്രോസസ്സ് ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കും പോലെ തന്നെ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിൽ റെസിസ്റ്ററും കപ്പാസിറ്ററും ഒക്കെ ഫിക്സ് ചെയ്യാനായിട്ട്, അത് കണക്ട് ചെയ്യാനായിട്ടൊക്കെ ജോയിൻ ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണെന്ന് പറയാം സോൾഡറിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് മെയിൻലി ഈ സോൾഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഈ സോൾഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ രണ്ട് ഡിവൈസുകൾ അല്ലെങ്കിൽ രണ്ട് കമ്പോണൻസ് ആണ് ബേസിക്കലി ഉള്ളത്. ഒന്ന് ഈ കാണുന്ന സോൾഡറിങ് അയൺ എന്ന് പറയുന്ന ഡിവൈസ്, അത് ഈ കാണുന്നു, ഈ ഫോട്ടോയിൽ ഈ കാണുന്നു, ഈ ഫോട്ടോയിൽ ഈ കാണുന്നത്, ഈ ഫോട്ടോയിൽ ഈ കാണുന്നുണ്ട്. അതാണ് സോൾഡറിങ് അയൺ എന്ന് പറയുന്ന കമ്പോണൻറ്റ്. ഈ സോൾഡറിങ് ചെയ്യാനായിട്ടുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ സോൾഡറിങ് അയണിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോൾഡറിങ് അയണിൻ്റെ ടിപ്പിലാണ് ആ ടെമ്പറേച്ചർ, അത്ര ഹൈ ടെമ്പറേച്ചർ ഫോം ചെയ്യുന്നത്. ഇവിടെ ഒന്നും തൊടാൻ പാടില്ല എന്ന് പറയും. അവിടെയൊക്കെ ചൂടായിട്ടിരിക്കുന്ന പോർഷനാണ്. ഇവിടെയാണെങ്കിൽ ഇവിടെ ഈ ഒരു എക്യുപ്മെൻറ്റ് ഈ ഒരു പോർഷനിൽ മാത്രമേ ചൂട് വരുന്നുള്ളൂ എന്നൊക്കെ പറയാം. ഇവിടെ ഈ പോർഷനിലൊന്നും തൊടാൻ പാടില്ല, ഭയങ്കര ചൂടായിരിക്കും. അപ്പം ഈ സോൾഡറിങ് ചെയ്യാനായിട്ടുള്ള അത്രയും ടെമ്പറേച്ചർ ഉണ്ടാക്കിയെടുക്കാനുള്ള ഡിവൈസാണ് ഈ സോൾഡറിങ് അയൺ എന്ന് പറയുന്നത്. ഈ സോൾഡറിങ് അയണാണ് ആക്ച്വലി പവറിലോട്ട് കണക്ട് ചെയ്യുന്നത്. ഈ സോൾഡറിങ് ചെയ്യാനായിട്ട് ഇലക്ട്രിസിറ്റി വേണം. ആ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്ന ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഈ സോൾഡറിങ് അയണാണ്. സോൾഡറിങ് അയൺ ഉപയോഗിച്ചാണ് ഈ ടെമ്പറേച്ചർ ഉണ്ടാക്കിയെടുക്കുന്നത്, ഹൈ ഹീറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇത് ആദ്യത്തെ കമ്പൗണ്ട്. രണ്ടാമത്തെ കമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വയറാണ്. ഈ സ്റ്റീൽ വയർ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ആ ഒരു വയറാണ് ഈ കാണുന്നത്. ഇവിടെയും ആ വയറുണ്ട്, ഇവിടെയും ആ വയർ നിങ്ങൾക്ക് ഉണ്ട്, ഇവിടെ എന്താ വയർ, നല്ല തിക്നെസ് ഉള്ള ഒരു വയറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിനെയാണ് സോൾഡർ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി സ്റ്റീലൊന്നും അല്ല, സോൾഡറിന് ഒരു പ്രത്യേക മെറ്റീരിയൽ ഉണ്ട്, അത് നമുക്ക് അടുത്ത സൈഡിൽ കാണാം. ആ മെറ്റീരിയൽ ഒരു അലോയാണ്, രണ്ട് മെറ്റീരിയലിൻ്റെ ഒരു കോമ്പിനേഷനായ ഒരു അലോയാണ് ഈ കാണുന്നത്. അതിനെ സോൾഡർ എന്നാണ് പറയുന്നത്. ഇതാണ് ഇവിടെ ഫില്ലർ മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മൾ വെൽഡിങ്ങിനും ഫില്ലർ മെറ്റീരിയലിനെ പറ്റി പഠിച്ചു. ഇവിടെ ഫില്ലർ മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്ന ഈ സോൾഡറാണ്. അതിങ്ങനെ ചുറ്റി ഒരു വയർ പോലെ, ഒരു വയർ അത്രയേ ഉള്ളൂ, അതിങ്ങനെ ചുറ്റി വെച്ചിരിക്കും. അതാണ് സോൾഡർ എന്ന് പറയുന്നത്. അതാണ് ഫില്ലർ മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ സോൾഡറിങ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഈ സോൾഡറിങ് അയൺ ഉപയോഗിച്ച് ചൂടുണ്ടാക്കും. എന്നിട്ട് ആ സോൾഡറിങ് അയണിലോട്ട് ഈ വയർ ഈ സോൾഡറിനെ കൊണ്ട് ചേർത്ത് കൊടുക്കും. അപ്പോഴത്തേക്ക് അതൊന്ന് മെൽറ്റായി ഒരു ഡ്രോപ്ലെറ്റ് പോലെ ആയിരിക്കും ആ സോൾഡർ അവിടെ കിട്ടുന്നത്. ആ ഡ്രോപ്ലെറ്റ് എവിടെയാണോ ജോയിൻ്റ് ഉണ്ടാക്കേണ്ടത് ആ ജോയിൻ്റ് ഉണ്ടാകുന്ന ഭാഗത്തേക്ക് അത് തേച്ച് കൊടുക്കും. അങ്ങനെ തേച്ച് കൊടുത്താണ് അവിടെ ജോയിൻ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഈ സോൾഡറിങ് അയണിലോട്ട് കൊണ്ട് വെച്ച് കൊടുക്കുമ്പോഴേക്കും ആ ഭാഗം ഒന്ന് മെൽറ്റാവും. ഈ ഒരു സോൾഡർ എന്ന് പറയുന്ന ആ മെറ്റീരിയൽ നിന്ന് മെൽറ്റാവും. ആ മെൽറ്റായി ഡ്രോപ്ലെറ്റ് ആയിട്ടിരിക്കുന്നത് ആ പ്രിൻ്റർ സർക്യൂട്ട് ബോർഡിൽ അല്ലെങ്കിൽ റെസിസ്റ്ററോ കപ്പാസിറ്ററോ എവിടുന്നാണ് ഫിക്സ് ചെയ്യാനുള്ള അതിൻ്റെ ജോയിൻസിലോട്ട് കൊണ്ടുപോയി ചേർത്ത് കൊടുക്കുമ്പോഴേക്കാണ് അവിടെ ജോയിൻറ്റ് ഉണ്ടായി വരുന്നത്. ഇങ്ങനെയാണ് സോൾഡറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ സോൾഡർ എന്ന് പറയുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഉണ്ട്. അതിനെ സോഫ്റ്റ് സോൾഡർ എന്നും ഹാർഡ് സോൾഡർ എന്നും പറയും. സോഫ്റ്റ് സോൾഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ, വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 320 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് അത്രയും ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴായിരിക്കും അത് മെൽറ്റ് ചെയ്യുന്നത്. ആ സോൾഡർ മെൽറ്റ് ചെയ്യണം. സോൾഡറിങ് അയൺ ഉപയോഗിച്ചാണ്, ഇതാണ് സോൾഡറിങ് അയൺ എന്ന് പറഞ്ഞ കമ്പോണൻറ്റ്, അത് ഉപയോഗിച്ചാണ് ഈ ടെമ്പറേച്ചർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ സോഫ്റ്റ് സോൾഡർ എന്ന് പറഞ്ഞാൽ 320 ഡിഗ്രി സെൽഷ്യസിലാണ് ടെമ്പറേച്ചർ കിട്ടുന്നത്. ഈ ഹാർഡ് സോൾഡർ എന്ന് പറഞ്ഞാൽ അതിന് 600 ഡിഗ്രി സെൽഷ്യസ് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പറയാം. അപ്പോൾ അത്രയും ടെമ്പറേച്ചർ അത്രയും ടെമ്പറേച്ചർ ഉപയോഗിച്ചാണ് ഈ ഹാർഡ് സോൾഡർ എന്ന് പറയുന്ന ഈ സോൾഡറിനെ മെൽറ്റ് ചെയ്യുന്നത്. ഈ ഹാർഡ് സോൾഡർ എന്ന് പറഞ്ഞാൽ കോപ്പറും സിങ്കും അതും കൂടെ രണ്ട് മെറ്റലും കൂടെ ചേർത്തിട്ടുള്ള ഒരു അലോയാണ് ഹാർഡ് സോൾഡർ എന്ന് പറയുന്നത്. അതേസമയം സോഫ്റ്റ് സോൾഡർ എന്ന് പറഞ്ഞാൽ ടിന്നും ലെഡും കൂടെ ചേർന്ന ഒരു അലോയാണ് സോഫ്റ്റ് സോൾഡർ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഈ ഇലക്ട്രോണിക് ഡിവൈസിൽ പ്രിൻ്റർ സർക്യൂട്ട് ബോർഡിലൊക്കെ ഉപയോഗിക്കുന്ന ഈ സോഫ്റ്റ് സോൾഡറാണ്. അപ്പോൾ അത്രയും സോഫ്റ്റ് സോൾഡർ ഈ പേര് പറയുന്ന പോലെ തന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ജോയിൻ്റ് ആണ്. അത് നമുക്ക് ഈസി ആയിട്ടൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ പറ്റും. ജോയിൻറ്റ് പെട്ടെന്ന് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്തെടുക്കാനൊക്കെ സാധിക്കും. കുറച്ചും കൂടെ സ്ട്രെങ്ത് കൂടിയ ഒരു സോൾഡറിങ് ജോയിൻ്റ് ആണ് ഈ ഹാർഡ് സോൾഡർ
ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് സ്പെഷ്യൽ പർപ്പസിൽ മാത്രമേ അത് യൂസ് ചെയ്യാറുള്ളൂ. ഈ ഹാർഡ് സോൾഡർ എന്ന് പറഞ്ഞാൽ കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും കൂടെയുള്ള അലോയിയാണ്. അതും ഇങ്ങനെ കുറച്ച് കളർ ഡിഫറൻ്റ് ആയിരിക്കും. അത് ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കും. അതാണ് ഹാർഡ് സോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാമിന് ഈ പോയിന്റ്സ് കൃത്യമായിട്ട് പഠിക്കുക. സോഫ്റ്റ് സോൾഡർ എന്ന് പറഞ്ഞാൽ 320 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ. അതായത് അത്രയും ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ആ ജോയിൻറ്റിന്. ഹാർഡ് സോൾഡർ എന്ന് പറഞ്ഞാൽ 600 ഡിഗ്രി സെൽഷ്യസ് വരെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഹാർഡ് സോൾഡർ എന്ന് പറഞ്ഞാൽ കോപ്പറിൻ്റെ സിങ്കിൻ്റെ ഒരു അലോയിയാണ്. സോഫ്റ്റ് സോൾഡർ എന്ന് പറഞ്ഞാൽ ടിന്നിൻ്റെ ലെഡിൻ്റെ ഒരു അലോയിയാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് കാര്യമായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എന്നിട്ട് വേണം നിങ്ങൾ സോൾഡറിങ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഇത് 10 മാർക്സ് ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല. പക്ഷേ 5 or 6 മാർക്കിന് ഈസി ആയിട്ട് ചോദിക്കാം. വേണമെങ്കിൽ ഇങ്ങനെ ഫിഗർ നിങ്ങൾക്ക് വരയ്ക്കാനൊക്കെ ഈ സോൾഡറിങ് ചെയ്യുന്ന രീതി എന്ന് കാണിക്കാനായിട്ട് ഒരു ഫിഗറും കൂടെ നിങ്ങൾക്ക് തന്നെ വരച്ച് കാണിക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു 5-6 പോയിന്റ്സ് കൂടെ എഴുതുക. സോൾഡറിങ്ങിൻ്റെ എങ്ങനെയാണ് ആ സോൾഡറിങ് ചെയ്യുന്നത് എന്ന് കാണിക്കാനായിട്ട്. പിന്നെ ഈ പോയിന്റ്സും കൂടി എഴുതുക. അപ്പോൾ ഇതാണ് സോൾഡറിങ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇത് ഒരു സെമി പെർമനൻറ്റ് ജോയിൻ്റ് ആണ്. വലിയ ടെമ്പറേച്ചറോ പ്രഷറോ ഫോഴ്സോ ഒന്നും വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഈ പ്രിൻ്റർ സർക്യൂട്ട് ബോർഡിൽ വലിയ ഫോഴ്സ് ഒന്നും വരുന്നില്ല. എന്തെങ്കിലും ഫോഴ്സ് ഒന്ന് വരികയാണെങ്കിൽ അതൊക്കെ ഇളകിപ്പോയി, ഈ ജോയിൻ്റൊക്കെ ഇളകിപ്പോകും. അപ്പം ഫോഴ്സ് ഒന്നും വരാത്ത, വലിയ ടെമ്പറേച്ചർ ഒന്നും വരാത്ത സ്ഥലത്ത് ചെറുതായിട്ടൊന്ന് ഇരിക്കേണ്ട ഒരു സെമി പെർമനൻറ്റ് ജോയിൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് സോൾഡർ എന്ന് പറയുന്ന ഈ ഒരു ജോയിനിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഇലക്ട്രോണിക് ഡിവൈസുകളിലൊക്കെയാണ് ഈ സോൾഡറിങ് യൂസ് ചെയ്യുന്നത്. രണ്ടാമതാണ് ബ്രേസിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. ഈ ബ്രേസിങ്ങും സോൾഡറിങ് എന്ന പ്രോസസ്സ് പോലെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ബ്രേസിങ്ങിൽ ഈ സോൾഡറിങ് അയണൊന്നുമില്ല. പകരം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ടോർച്ച്, ഗ്യാസ് ടോർച്ച് അല്ലെങ്കിൽ ഗ്യാസ് വെൽഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഡിവൈസ് ഉപയോഗിച്ചായിരിക്കും. ഇവിടെ ഇപ്പം ഗ്യാസ് ടോർച്ചാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് അസറ്റിലിൻ ഗ്യാസൊക്കെ ആയിരിക്കും ഇതിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. അത് ഉപയോഗിച്ചായിരിക്കും ഈ ഫ്ലെയിം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്ലെയിം ഉപയോഗിച്ചൊക്കെ ആയിരിക്കും ഈ ബ്രേസിംഗ് എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത്. അപ്പോൾ സോൾഡറിങ് അയണൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. ചെറിയ ഗ്യാസ് ബേൺ ചെയ്ത ഫയർ ഉപയോഗിച്ചായിരിക്കും ഈ ബ്രേസിങ്ങിന് വേണ്ടി ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 800 ഡിഗ്രി സെൽഷ്യസ്, അത്രത്തോളം ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതായത് സോൾഡറിങ്ങിനെക്കാളും കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ളൊരു ജോയിൻ്റാണ് ബ്രേസിംഗ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ബ്രേസിംഗ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ. ഇത് സോൾഡറിങ്ങിനെക്കാളും ഒക്കെ കുറച്ച് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള, വെൽഡിങ്ങിൻ്റെ അത്രത്തോളം ഇല്ല, ഇതും ഒരു സെമി പെർമനൻറ്റ് ജോയിൻ്റ് തന്നെയാണ്. പക്ഷേ സോൾഡറിങ്ങിനെക്കാളും കുറച്ചും കൂടെ സ്ട്രെങ്ത്, കുറച്ചും കൂടെ പ്രഷറും കുറച്ചും കൂടെ ഫോഴ്സും ഒക്കെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോയിൻ്റാണ് ബ്രേസിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടെമ്പറേച്ചർ പറഞ്ഞാൽ 800 ഡിഗ്രി. അതായത് ഇവിടെ ഇതാണ് ഈ സോൾഡറിങ് അതിൻ്റെ ഫില്ല മെറ്റീരിയൽ എന്ന് പറയുന്നത്. ആ ഫില്ല മെറ്റീരിയൽ നമ്മൾ ബ്രേസിംഗ് സോൾഡർ എന്നാണ് സാധാരണ പറയുന്നത്. ബ്രേസിംഗ് സോൾഡർ അല്ലെങ്കിൽ സ്പെൽറ്റർ എന്ന് പറയും. അതാണ് ഈ ഫില്ല മെറ്റീരിയലിൻ്റെ ആ റോഡിനെ പറയുന്നത്. ആ റോഡിനെ നമ്മൾ മെൽറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ പറഞ്ഞാൽ അപ് ടു 800 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കുമ്പോഴാണ് ഈ റോഡ്, ആ ഫില്ല മെറ്റീരിയൽ മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫില്ല മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കോപ്പർ, സിങ്ക്, ടിന്ന്, ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെയുള്ള ഒരു അലോയിയാണ് ഈ കാണുന്ന ബ്രേസിംഗ് സോൾഡർ അല്ലെങ്കിൽ സ്പെൽറ്റർ എന്ന് പറയുന്നത്. ഈ വേർഡ് ഓർത്ത് വയ്ക്കുക. ബ്രേസിംഗ് സോൾഡർ അല്ലെങ്കിൽ സ്പെൽറ്റർ എന്നാണ് ഈ ഫില്ല മെറ്റീരിയൽ നമ്മൾ പറയുന്നത്. സോൾഡറിങ്ങിലാണെങ്കിൽ അതിനെ നമ്മൾ വെറും സോൾഡർ എന്നാണ് പറയുന്നത്. ബ്രേസിങ്ങിലാണെങ്കിൽ അതിനെ ബ്രേസിംഗ് സോൾഡർ അല്ലെങ്കിൽ സ്പെൽറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫില്ല മെറ്റീരിയലായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഗ്യാസ് ബേൺ ചെയ്തിട്ടുള്ള ഹീറ്റായിരിക്കും. ഈ ഫ്ലെയിമിൽ ഹീറ്റ് ഉപയോഗിച്ചായിരിക്കും, ഈ ഗ്യാസ് ബേൺ ചെയ്തിട്ടുള്ള ഫ്ലെയിം ഉപയോഗിച്ചായിരിക്കും ടെമ്പറേച്ചർ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇതാണ് ബ്രേസിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. ഇത് സോൾഡറിങ്ങിനെക്കാളും സ്ട്രെങ്ത് കൂടിയ ജോയിൻ്റാണ് ഇത് ഉണ്ടാക്കുന്നത്. സോൾഡറിങ്ങിനെക്കാളും ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിനേക്കാളും ഫോഴ്സും പ്രഷറും ഒക്കെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ബ്രേസിങ്ങിനുണ്ട്. പക്ഷേ വെൽഡിങ്ങിൻ്റെ അടുത്തൊന്നും എത്തത്തില്ല. വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പെർമനൻറ്റ് ജോയിൻ്റ് എന്ന് പറയാം, നല്ല സ്ട്രെങ്ത് ഉള്ള ജോയിൻ്റാണ് വെൽഡിംഗ്. അത്രത്തോളം സ്ട്രെങ്ത് ഒന്നും ബ്രേസിങ്ങിനും ഇല്ല. അപ്പോൾ ബ്രേസിങ്ങിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതാണ് ഫില്ല മെറ്റീരിയലായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ബ്രേസിംഗ് സോൾഡർ അല്ലെങ്കിൽ സ്പെൽറ്റർ എന്ന് പറയുന്ന അതാണ് ഇതിനെ നമ്മൾ പറയുന്നത്. ഇത് ഗ്യാസ് ബേൺ ചെയ്താണ് ഈ ഒരു ഫ്ലെയിം ക്രിയേറ്റ് ചെയ്യുന്നത്. 800 ഡിഗ്രി സെൽഷ്യസ് ആണ് ഗ്യാസ് ബേൺ ചെയ്ത ആ ഫ്ലെയിമിന് കിട്ടുന്നത്. അപ്പോൾ ആ ടെമ്പറേച്ചറാണ് ബ്രേസിംഗ് എന്ന് പറയുന്ന ആ പ്രോസസ്സ്, ജോയിനിങ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇത് സാധാരണ കുറച്ചും കൂടെ സ്ട്രെങ്ത്, വെൽഡിങ്ങിൻ്റെ അത്രത്തോളം സ്ട്രെങ്ത് വേണ്ട, എന്നാലും കുറച്ചും കൂടെ സ്ട്രെങ്ത് വേണ്ട സ്ഥലത്ത്, സോൾഡറിങ്ങിനെക്കാളും കുറച്ചും കൂടെ സ്ട്രെങ്ത് വേണ്ട സ്ഥലത്താണ് ബ്രേസിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്നത്. ഒരു ബ്രൗണിഷ് കളറിലായിരിക്കും അതിൻ്റെ ജോയിൻറ്റ് ഫോമായി വരുന്നത്. കഴിഞ്ഞ സ്ലൈഡിലുള്ള ഫോട്ടോയിൽ കാണിച്ചായിരുന്നു. ഒരു ഓറഞ്ചിഷ് കോപ്പറിഷ് കളറിലായിരിക്കും അതിൻ്റെ ജോയിൻറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബ്രേസിംഗ് എന്ന് പറയുന്ന ജോയിനിങ് പ്രോസസ്സ്. ഇത് സാധാരണ പൈപ്പിങ്ങിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. വലിയ ഫോഴ്സോ വലിയ പ്രഷറോ ഒന്നും പൈപ്പിൽ വരുന്നില്ല. അതുകൊണ്ടാണ് ഈ ബ്രേസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതും 10 മാർക്സ് ഒന്നും ചോദിക്കത്തില്ല, 4-5 മാർക്സിനെ ചോദിക്കത്തുള്ളൂ. ബ്രേസിംഗ് എന്ന ഓപ്പറേഷൻ എന്താണ് ചെയ്യുന്നതെന്നും അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്നും അതിൻ്റെ ബ്രേസിംഗ് സോൾഡറിൻ്റെ അലോയി, അതിൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയാണെന്നുമാണ് നിങ്ങൾ ആ സമയത്ത് എഴുതാനുള്ളത്. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതാണ് നിങ്ങൾ എഴുതാനുള്ളത്. 4-5 മാർക്സിന് ഈ ബ്രേസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സും ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക് യു.